നമ്മുടെ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിലുള്ള ചർച്ചകളിൽ ഏറ്റവും സജീവമായി വരുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം എന്ന വിഷയം മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഖ്ദൂമുമാർ, അതുപോലെ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മൻദുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെപ്പോലുള്ള സയ്യിദന്മാർ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആലിമീങ്ങൾ, ഖാദിമാർ, രാജ്യ സ്നേഹികൾ, രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിലിൽ കിടന്നവർ, സമൂഹത്തിന് സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും എല്ലാം പഠിപ്പിച്ച് ദേശീയതയും രാഷ്ട്രത്തോടുള്ള കൂറും എല്ലാം പഠിപ്പിച്ച മഹത്തുക്കൾ, അത്തരം മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദന്മാരിലൂടെ ഈ കേരളത്തിൽ നടന്ന മുസ്ലിം നവോത്ഥാനങ്ങളെ ഒരു ഭാഗത്ത് മറച്ചുവെച്ച് മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കുകയും മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും തമസ്കരിക്കുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സർവ മുസ്ലിം മഹല്ലുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുസ്ലിം വീടുകളിലും, എന്തിനധികം പറയണം, ജനിച്ച വീട്ടിലും മരിച്ച വീട്ടിലും റമദാനിലും വെള്ളിയാഴ്ചയും രാത്രിയും പകലും എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്ത കുറച്ച് ആളുകളെ ഏതെല്ലാമോ സ്വാധീനത്തിന്റെ പേരിൽ നവോത്ഥാന പ്രവർത്തകരും നായകന്മാരുമായി തെറ്റായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു തെറ്റ് തിരുത്തൽ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹത്തായ ഈ സമ്മേളനം ഇങ്ങനെ ഒരു പ്രമേയം മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിലും ശരി, കേന്ദ്രമാണെങ്കിലും ശരി, ഭരണാധികാരികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഭിന്നിപ്പ്, അതിന്റെ ശേഷം പിന്നെയും ഭിന്നിപ്പ്, ഭിന്നിച്ചവർ തന്നെ ഭിന്നിപ്പ്, ഭിന്നിപ്പിക്കുന്നവർ തമ്മിൽ ഭിന്നിപ്പ്, ഇങ്ങനെ ഭിന്നിപ്പ് കൊണ്ട്, അനൈക്യം കൊണ്ട് കേരളം മുഴുവൻ നടക്കാൻ ശ്രമിച്ച വിഭാഗത്തെയും അവരുടെ നേതൃത്വത്തെയും നവോത്ഥാനത്തിന്റെ ആളുകളായി ചിത്രീകരിക്കുന്ന പുസ്തകങ്ങളും പാഠങ്ങളുമൊക്കെ ഈ കേരളത്തിലെ നിരപരാധികളായ മുസ്ലിം വിദ്യാർത്ഥികൾ പലപ്പോഴും പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം നിർബന്ധമായും മാറ്റം വരികയും ഈ രാജ്യത്ത് വളരെ പൂർവീകമായി തന്നെ മുസ്ലിം ഉമ്മത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ മുൻഗാമികളെയും അവരെ പിന്തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർത്തു പിടിക്കുകയും അതിലെല്ലാവരും ഭാഗവാക്കാവുകയും പ്രചോദനം നൽകുകയും ചെയ്യണം എന്നത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നവോത്ഥാനത്തെ സംബന്ധിച്ച് ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. വലിയൊരു നവോത്ഥാന നായകനായിരുന്നു ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതിലാർക്കും സംശയമില്ല. ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ പരത്തി, എന്നിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരും രാഷ്ട്രത്തിൽ സ്വാധീനമുള്ളവരും പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒരുപാട് നാശങ്ങൾ മുമ്പ് മറാക്കസിലും മറ്റും സംഭവിച്ചിട്ടുണ്ട്.
അത് നമ്മുടെ രാജ്യത്ത് തുടരാനോ നടക്കാനോ പാടില്ല. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠനം നടത്തി ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി ചൊല്ലിയ പദ്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബുൽ ഫത്ഹ് മജീദുദ്ദീൻ അഹ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പദ്യമായിരുന്നു. ഞാനത് ചൊല്ലാനുള്ള കാരണം ഇവിടെ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്റെ സ്നേഹിതന്മാരായ നമ്മുടെ പ്രവർത്തകന്മാരിൽ പലരും വന്ന് എന്നോട് പറഞ്ഞു, അതിൽ പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വാഴ് പറഞ്ഞു തരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതൊരു നവോത്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗമായി പോകരുത് എന്ന നിലക്ക് എന്നെ ഉണർത്തിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാഴ് പറയാനുള്ള അർഹതയും യോഗ്യതയും എനിക്കില്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വാഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ് മഹാനവറുകൾ നവോത്ഥാന പ്രവർത്തന രംഗത്ത് സജീവമായി വരുന്നു. പക്ഷേ ആത്മീയ രംഗത്ത് ഉയർന്ന സ്ഥാനത്തേക്ക് കയറി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വാഴ് പറയുകയായിരുന്നു. അപ്പോഴാണ് ആത്മീയ നേതാവായ സഹോദരൻ അബുൽ ഫത്ഹ് മജീദുദ്ദീൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഉദ്ഘാടനം ആദ്യം ചെയ്യുന്നോ? അബുൽ ഫതൂഹ് മജീദുദ്ദീൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് എന്നിട്ട് ചൊല്ലിയതാണ്. വഅദ് പറയുന്ന എന്നെപ്പോലുള്ളവരോട് ചൊല്ലേണ്ട പദ്യമാണ്. അഖൽതാബി അവാദിഹിം ഇദ് വനൗ വഖല്ലഫകൽ ദുഹദി യസ്റഉ വഅസ്ബഹത തഹ്ദീ വലാ തഹ്തദീ وتسمع وعظا ولا تسمع. നീ മറ്റുള്ളവരുടെ തോളിൽ പിടിക്കുകയാണ്. മറ്റുള്ളവർ ദുർബലരാകുമ്പോൾ അവരെ തോളിൽ പിടിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. പക്ഷേ അവർ മുന്നിലേക്ക് നിന്റെ പ്രചോദനം കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിനക്കങ്ങനെ നീങ്ങാൻ സാധിക്കുന്നില്ല. അസ്ബഹ്ത തഹ്ദീ വലാ തഹ്തദീ. നീ മറ്റുള്ളവരെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പണിയുമായി മുന്നോട്ട് പോവുകയാണ്. വലാ തഹ്തദീ. നീ സ്വയം സന്മാർഗിയായി പ്രവർത്തിക്കുന്നില്ല. വതുസ്മിഉ വഅമൻ വലാ തസ്മഉ. നീ മറ്റുള്ളവർക്ക് വാഴ് കേൾപ്പിക്കുകയാണ്. വലാ തസ്മഉ. നീ പറയുന്ന വാഴ് നിന്റെ ഹൃദയാന്തർഭാഗത്തേക്ക് നീ സ്വന്തം കേൾക്കുന്നില്ല. ഫയാ ഹാജറശ്ശഹ്നി ഹത്താ മതാ തസിന്നുൽ ഹദീദ വലാ തഖ്തഉ. നിന്റെ ഉദാഹരണം അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അരത്തിന്റെ സ്വഭാവം മറ്റുള്ളതിനെല്ലാം മൂർച്ഛം കൂട്ടുക എന്നതാണ്. മൂർച്ചയില്ലാത്തതിനെല്ലാം മൂർച്ച കൂട്ടുക. പക്ഷേ അരം കൊണ്ട് ഒരു ചെറിയ തക്കാളി പോലും മുറിക്കാൻ കഴിയില്ല. ഇതുപോലെ നീയൊരു വാഴ് പറയുന്നവൻ, നീയൊരു ഉപദേശിക്കുന്നവൻ, അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം അരം പോലെ നീ മൂർച്ഛം കൂട്ടുന്നു.